ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോ ഒരു ഗംഭീര മാറ്റത്തിൻ്റെയും അതുപോലെ തന്നെ സാധാരണമായൊരു ജീവിതം അതിമനോഹരമായി മാറ്റുന്ന ഒന്നിനെയും കുറിച്ചാണ്. അതാണ് വിഷ്വലൈസേഷൻ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിടത്ത് തന്നെ കുടുങ്ങിപ്പോയതായിട്ട്, അതായത് സ്റ്റക്കായി പോയതായിട്ട്? എന്താണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? ദിവസങ്ങൾ പോയി ഒന്നിനൊന്ന് സമാനമായി തോന്നുകയും സ്വപ്നങ്ങൾ എത്തിപ്പെടാൻ വളരെ അകലെയാണെന്ന് തോന്നുകയും ചെയ്യുന്ന അനുഭവം. എന്ത് ചെയ്താലും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങാതെ സ്വപ്നങ്ങൾ കൈയെത്തും ദൂരത്താണെന്ന് തോന്നി ദിനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാതെ ഒരേ സ്ഥലത്ത് ഓടുന്നത് പോലെ തോന്നാറുണ്ടോ? എന്തൊരു നിരാശാജനകമാണല്ലേ. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാനുള്ള താക്കോൽ കഠിനാധ്വാനത്തിലും പരിശ്രമത്തിലും അല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയിലാണ്, പ്രത്യേകിച്ച് വിഷ്വലൈസേഷൻ്റെ ശക്തിയിൽ. ബുദ്ധൻ പറഞ്ഞതുപോലെ മനസ്സാണ് എല്ലാം. നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് നിങ്ങളാകുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, പക്ഷേ ഈ ധാരണ വലിയ പുതിയതൊന്നുമല്ല. ഞാൻ തന്നെ ഇതിപ്പോൾ കുറേ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങളായി പല സംസ്കാരങ്ങളും ഗുരുക്കന്മാരും പണ്ഡിതന്മാരും ഈ തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ പരിശീലിച്ചിരുന്ന ഈ കാര്യം ഇന്നത്തെ ആധുനിക യുഗത്തിലെ ആളുകൾ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. വിഷ്വലൈസേഷൻ എന്നത് ഇടതൂർന്ന കാട്ടിലെ ഒരു മറഞ്ഞിരിക്കുന്ന പാത കണ്ടെത്തുന്നത് പോലെയാണ്. ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് ഒരു ആർക്കിടെക്ട് ഒരു ബ്ലൂ പ്രിന്റ് വരയ്ക്കുന്നത് പോലെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ നിങ്ങളാണ് ശില്പി. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പണിയാൻ പോകുന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കളി എങ്ങനെ മാറ്റാം? ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൃശ്യവൽക്കരണത്തിൻ്റെ ശക്തി എങ്ങനെ നിങ്ങളെ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കാനും സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളായി അവശേഷിക്കാതെ ഒരു ജീവിതത്തിലേക്ക് ചുവടുവെക്കാനും സഹായിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് എത്തുന്നതിന് മുൻപ് വിഷ്വലൈസേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ശരി, വിഷ്വലൈസേഷനെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സൂപ്പർ പവറായിട്ട് സങ്കല്പിക്കാം. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. നിങ്ങൾ ഒരു ഡേ ഡ്രീം കാണുമ്പോൾ ഒരു പക്ഷേ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ബീച്ചിൽ വിശ്രമിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജോലി അഭിമുഖത്തിൽ വിജയിക്കുന്നതിനെക്കുറിച്ചോ ആലോചിക്കാറില്ലേ? അതാണ് ദൃശ്യവൽക്കരണം. എന്നാൽ ഇത് വെറും ഒരു ഡേ ഡ്രീം കാണുന്നതിലും കൂടുതലാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ സൃഷ്ടിക്കുന്നത് പോലെയാണിത്. അവിടെ നിങ്ങൾ സംവിധായകനും തിരക്കഥാകൃത്തും അതിൻ്റെ പ്രധാനപ്പെട്ട താരവുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ വരെ നിങ്ങളുടെ മനസ്സിൽ കാണുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ദൃശ്യവൽക്കരണം നടത്തേണ്ടത്. നിങ്ങൾ ഒരു മാരത്തോണിൻ്റെ ഫിനിഷിംഗ് ലൈൻ കടന്നു പോകുന്നതും നേട്ടത്തിൻ്റെ ആ ഒരു ആവേശം അനുഭവിക്കുന്നതും സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സിൽ വ്യക്തവും ഉജ്ജ്വലവുമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണിത്. എന്നാൽ ഇത് വെറും കാണുന്നതിനെക്കുറിച്ചല്ല, അത് അനുഭവിക്കുന്നതിനെക്കുറിച്ചും വിശ്വസിക്കുന്നതിനെക്കുറിച്ചുമാണ്. നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾ ഒരു രംഗം കാണുകയല്ല, അതിൽ നിങ്ങളുണ്ട്. നിങ്ങളുടെ കാൽ വിരലുകൾക്കിടയിൽ മണൽ അനുഭവിക്കാനും ആൾക്കൂട്ടത്തിൻ്റെ ആരവം കേൾക്കാനും നിങ്ങളുടെ പുതിയ വീടിലെ പുതിയ പെയിന്റിൻ്റെ മണം അറിയാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ തലച്ചോറ് ചിന്തിക്കാൻ തുടങ്ങുന്നു, ഇത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു.
അവിടെയാണ് മാജിക് ആരംഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇനി ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ആരോഗ്യവാനും ശക്തനുമാണെന്ന് സങ്കല്പിക്കുക. ആളുകൾ തങ്ങളെ ആരോഗ്യവാന്മാരായി ദൃശ്യവൽക്കരിക്കുമ്പോൾ അവരുടെ ശരീരം അത് വിശ്വസിക്കാൻ തുടങ്ങുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ധനസമ്പത്തിനെ കുറിച്ച് ഓർത്ത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ധനസമൃദ്ധിയുള്ള വ്യക്തിയാകുകയാണ്. കടങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ശാന്തിയും സ്വാതന്ത്ര്യവും അനുഭവിക്കുക. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. പുതിയ ബിസിനസ് ഐഡിയാസ്, നല്ല ജോലി അവസരങ്ങൾ, മെച്ചപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എല്ലാം മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. കൂടാതെ നിങ്ങൾ സ്നേഹം തേടുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ സന്തോഷകരവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടോ? അവ ദൃശ്യവൽക്കരിക്കുക. ഒരു പുസ്തകം എഴുതാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് പഠിക്കാനോ ആഗ്രഹമുണ്ടോ? നിങ്ങളത് ചെയ്യുന്നതും വിജയിക്കുന്നതും കാണുക. ഇനി വിഷ്വലൈസേഷൻ്റെ യഥാർത്ഥ പ്രക്രിയ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം മാസ്റ്റർ പീസ് സൃഷ്ടിക്കുന്നത് പോലെയാണ്. ആദ്യം ആരംഭിക്കാൻ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ ബ്ലൂ പ്രിന്റ് സൃഷ്ടിക്കുക. ഇതിന് പറയുന്ന പേരാണ് ഐഡിയലൈസേഷൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞാൻ സന്തോഷവാനാകണമെന്ന്. പക്ഷേ അതെന്താണെന്ന് വ്യക്തമാക്കാതെ പറയുന്നത് കൊണ്ട് ഉപയോഗമില്ല. സന്തോഷം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്ന് വ്യക്തമാക്കണം. നല്ലൊരു ജോലി, മനോഹരമായ കുടുംബജീവിതം, അല്ലെങ്കിൽ ലോകം ചുറ്റാനുള്ള അവസരം. നിങ്ങളെ സന്തോഷവാനാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയണം. അപ്പോഴാണ് വിഷ്വലൈസേഷൻ കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ക്ലാരിറ്റിയും സ്ഥിരതയും, അതായത് ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, ഇതാണ് വിഷ്വലൈസേഷൻ്റെ അടിസ്ഥാനം. നിങ്ങളുടെ വിഷ്വലൈസേഷൻ അത്രയ്ക്കും വ്യക്തമായിരിക്കണം. ഓരോ നിറവും ശബ്ദവും അനുഭവങ്ങളും ഉൾക്കൊള്ളുന്നത് പോലെ. പിന്നെ അതിനായി ദിവസേന സമയം ചിലവഴിക്കണം. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം വളർത്തുന്നത് പോലെയാണ്. ഇതൊരു ദിനചര്യയാക്കി മാറ്റുക. ഒരു ചെടിയെ നനയ്ക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് പോലെയോ നിങ്ങളിത് ചെയ്യുന്നത് വർദ്ധിക്കും തോറും ചിത്രം ശക്തമായി മാറുന്നു. അടുത്തതായി നിങ്ങൾ ഇത് പ്രയോഗത്തിൽ വരുത്തേണ്ടതായി ഉണ്ട്. ഒരു ചെറിയ പരിശീലനത്തിന് നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ മഞ്ഞു മൂടിയ ഒരു മലഞ്ചെരുവിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ചുറ്റും അനന്തമായ വെളുത്ത മഞ്ഞ് കാണുക. നിങ്ങളുടെ ചർമ്മത്തിൽ തണുത്ത വായു അനുഭവിക്കുക. നിങ്ങളുടെ കാൽക്കീഴിൽ മഞ്ഞ് മൃദുവായി ചതയുന്നത് കേൾക്കുക. പൈൻ മരങ്ങളുടെ സുഗന്ധം ശ്വസിക്കുക. തണുപ്പുണ്ടായിരുന്നിട്ടും നിങ്ങളുടെ ചൂടുള്ള ആ കമ്പിളി വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് സുഖകരമായ ചൂട് അനുഭവിക്കുക. ഈ ഒരു പരിശീലനം നിങ്ങളുടെ മനസ്സിനൊരു രസകരമായ ഒളിച്ചോട്ടം മാത്രമല്ല, ഇതൊരു പരിശീലനമാണ്. ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാനും വിശ്വസിക്കാനും നിങ്ങളുടെ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉജ്ജ്വലമായി സങ്കല്പിക്കാൻ കഴിയുമോ അത്രത്തോളം അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളുടെ മനോഭാവത്തിലും ജീവിതത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. വിഷ്വലൈസേഷൻ്റെ പ്രക്രിയ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് പോലെയാണെന്ന് ഓർക്കുക. ഇതിന് പരിശീലനം ആവശ്യമാണ്. പക്ഷേ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി സ്വയമായി നിങ്ങൾക്ക്
സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉജ്ജ്വലമായി വരച്ച ആ സ്വപ്നങ്ങൾ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. എന്നാൽ അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? ഈ ദൃശ്യവൽക്കരണം എങ്ങനെയാണ് കാര്യങ്ങളെ ശരിക്കും മാറ്റുന്നത്? നമുക്ക് അതിനെക്കുറിച്ചും കൂടി ഒന്ന് സംസാരിക്കാം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ എത്തിച്ച സ്ഥലത്താണ് നിങ്ങൾ ഇന്ന്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ നാളെ. ദൃശ്യവൽക്കരണത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ശരിയായ കാര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെ മാറ്റുന്നതിനെ കുറിച്ചാണ് എല്ലാം. നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു പകൽക്കിനാവ് കാണുകയല്ല. നിങ്ങൾ സജീവമായി നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തിയെടുക്കുകയാണ്. നിങ്ങൾ വിജയം, സന്തോഷം, ആരോഗ്യം, സ്നേഹം എന്നിവ സങ്കല്പിച്ച് സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. നിങ്ങൾ വ്യക്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. കാര്യങ്ങൾ വ്യക്തമായി കാണുന്നു. ഒരു തോട്ടത്തിൽ വിത്തുകൾ നടുന്നതുപോലെയാണിത്. നിങ്ങൾ ഈ ചിന്തകളെ എത്രത്തോളം പരിപാലിക്കുന്നുവോ അത്രത്തോളം അവ വളരുന്നു. ഒടുവിൽ അവ യാഥാർത്ഥ്യമായി പൂക്കാൻ തുടങ്ങുന്നു. ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് ശക്തമായ ഒരു മാറ്റമാണ്. നിങ്ങൾ ഒരിക്കൽ തടസ്സങ്ങളായി കണ്ടിരുന്ന സ്ഥലത്ത് അവസരങ്ങൾ കാണാൻ തുടങ്ങുന്നു. വെല്ലുവിളികൾ തടസ്സങ്ങളല്ല, ചവിട്ടുപടികളായി മാറുന്നു. എല്ലാം വ്യക്തവും കൂടുതൽ നേടാൻ കഴിയുന്നതുമാകുന്ന ഒരു പുതിയ ജോഡി കണ്ണടകൾ ധരിക്കുന്നത് പോലെയാണിത്. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി അത് പറയാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതാണ് ഇവിടുത്തെ യഥാർത്ഥ താരം. നമ്മുടെ മനസ്സിൻ്റെ ആന്തരികമായ ഭാഗം. ഒരു കപ്പലിൻ്റെ എഞ്ചിൻ റൂമിനെ പോലെയാണിത്. പുറം ലോകത്തിൽ ആരും ഇതിനെ കാണുന്നില്ല. എല്ലാം പ്രവർത്തിക്കുന്നത് അതിൻ്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ദിനംപ്രതി ചെയ്യുന്ന വിഷ്വലൈസേഷനും ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ്. അതിനുള്ളിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യമായി കാണാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തുടങ്ങും. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇതിന് തീർച്ചയായിട്ടും കാലമെടുക്കും. പക്ഷേ നിങ്ങളുടെ വിഷ്വലൈസേഷൻ ശീലങ്ങൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിനനുസൃതമായി അവസരങ്ങളെയും ആളുകളെയും ആകർഷിക്കാൻ തുടങ്ങും. വിശ്വസിച്ചാൽ വിശ്വസിക്കാം. ഇനി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ, ഒരു പോയിന്റും കൂടി പറയട്ടെ. നമ്മൾ വിഷ്വലൈസേഷൻ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അതിനോട് ഒപ്പം പ്രവൃത്തിയും വേണ്ടതാണ്. വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഉള്ളിലെ രംഗമൊരുക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ. പക്ഷേ അതിനു വെളിയിൽ ജീവൻ നൽകുന്നത് നിങ്ങളുടെ പ്രവൃത്തികളാണ്. ഇത് രണ്ടും ചേർന്നാണ് വിജയമെന്ന കല്യാണവേദി സജ്ജമാകുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുകൂടി ഓർത്തിരിക്കണം. ചിന്തകൾ മാറ്റുക, ലോകം തന്നെ മാറും എന്ന് നോർമൻ വിൻസെൻ്റ് പീൽ പറഞ്ഞതുപോലെ നമ്മുടെ വിഷ്വലൈസിങ് ചിന്തകളെ ശക്തിപ്പെടുത്തുകയും യാഥാർത്ഥ്യത്തിലേക്ക് ആ ചിന്തകളെ മാറ്റുകയും ചെയ്യുക. ഇപ്പോൾ തന്നെ തുടങ്ങൂ. ഓരോ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മനസ്സിൽ ചിത്രീകരിക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ചിത്രം നാളെയുടെ യാഥാർത്ഥ്യമായി മാറട്ടെ. ഇവിടെ വരെ വന്ന നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്